യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ തിരുവചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചത്. കാലത്തിൻ്റെ സമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. നമുക്കറിയാം, യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് വചനമുണ്ട്. തിരുവചനം യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ പല പ്രവാചകന്മാർ മുഖാന്തരം യേശുവിനെക്കുറിച്ചുള്ള ജനനം അരുളി ചെയ്തിട്ടുണ്ട് പിതാവാം ദൈവം. അപ്പം കാലത്തിൻ്റെ സമ്പൂർണത വന്നപ്പോൾ ദൈവം സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, എങ്ങനെ? ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചു. നമുക്കറിയാം, യേശു കർത്താവ് ജനിച്ച സമയത്ത് ന്യായപ്രമാണത്തിൻ്റെ അനുസരിച്ചാണ് യേശുവിൻ്റെ ജനനവും അതിനുശേഷം പിന്നീട് ആദ്യം പേരെഴുതി ചേർക്കപ്പെടാൻ പോകുന്നതും പിന്നീട് പ്രാക്കളെ ബലികഴിക്കാൻ കൊണ്ടുപോകുന്നതും യേശു ജനിച്ചതിനുള്ള സന്തോഷത്തിനായിട്ടൊക്കെ കൊടുക്കുന്നത് നമുക്കറിയാം. ഇതെല്ലാം ന്യായപ്രമാണത്തിന് കീഴിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ന്യായപ്രമാണം ആയിരുന്നു ആ സമയങ്ങളിൽ. അപ്പം ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചു. ഇനി അടുത്തത്, അവൻ ന്യായപ്രമാണത്തിൽ കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. എന്തിനാണ് യേശു കർത്താവിനെ അയച്ചത്? അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം എന്ത് പ്രാപിക്കാൻ? പുത്രത്വം പ്രാപിക്കാൻ. വളരെ ഇമ്പോർട്ടൻറ്റും വളരെ ഡീപ്പായും ആഴങ്ങളിലേക്ക് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കുകയും പ്രാർത്ഥിച്ച് പ്രാപിക്കുകയും ഇതിൻ്റെ മർമ്മങ്ങളെ പ്രാപിച്ചെടുക്കുകയും ചെയ്യേണ്ട വചനഭാഗമാണിത്. ഹല്ലേലൂയ. അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം എന്ത്? പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. പുത്രത്വം ഇത് അതുപോലെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കണം. പുത്രത്വം പ്രാപിക്കേണ്ടതിനായിട്ടാണ് യേശു കർത്താവിനെ ദൈവം കാലസമ്പൂർണതയിൽ സ്ത്രീയും ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ നിയോഗിച്ചയച്ചത്. അടുത്ത വചനം: നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അപ്പം നമ്മൾ സാധാരണ നമുക്കറിയാം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എന്നും യഹോവേ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കും. പക്ഷേ അബ്ബാ പിതാവേ, എൻ്റെ അപ്പ, എൻ്റെ പിതാവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ, അതാണ് അങ്ങനെ ഒരു മനുഷ്യൻ ദൈവത്തെ പിതാവേ, അബ്ബാ പിതാവേ, എൻ്റെ അപ്പ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൽ ആരുണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ? പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഈ പരിശുദ്ധാത്മാവ് ആരാണ്? സ്വപുത്രൻ്റെ ആത്മാവാണ്. ഹല്ലേലൂയ. സ്വപുത്രൻ്റെ ആത്മാവിനെയാണ് ദൈവം നമ്മുടെ ഹൃദയങ്ങൾ തന്നിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനെയാണ് അവൻ നമ്മുടെ ഹൃദയങ്ങൾ തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയാൽ അവനെ ദൈവം നിങ്ങൾക്ക് തരും. തിരുവചനം എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ വചനഭാഗം ഒന്നുകൂടെ വായിക്കാം. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ഇനിയും ഈ സ്വപുത്രൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവാണെന്ന് നമുക്കറിയാം. അപ്പം അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, ദൈവം അച്ചാരമായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിനിയും ദാസന്മാരല്ല, നമ്മൾ പുത്രനത്രേ. ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. ഒരപ്പൻ്റെ സകല കാര്യങ്ങൾക്കും അത് ബാങ്ക് ഡിപ്പോസിറ്റ് ആകട്ടെ, വസ്തുവകകളാകട്ടെ, ഭവനങ്ങളാകട്ടെ, അങ്ങനെ ഇപ്പം ഏതൊരു വിശേഷ ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പൻ ഇരിക്കുന്നിടത്ത് അപ്പനെ പോലെ അപ്പൻ നിൽക്കുമ്പോൾ പുത്രനാണെങ്കിലോ പുത്രിയാണെങ്കിലോ മാത്രമേ ആ അപ്പൻ്റെ കൂടെ കയറി നമുക്കും അവകാശം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ മകനാണ്, എൻ്റെ മകളാണെന്ന് കയറി നിൽക്കാൻ സാധിക്കത്തുള്ളൂ. പുത്രനാണെങ്കിൽ തീർച്ചയായും നമുക്കത് സാധിക്കും. അതാണ് സകലത്തിനും നമ്മൾ അവകാശികളാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദാസനല്ല, ഇനിയും പുത്രനാണ്. അങ്ങനെ പുത്രനെങ്കിൽ നമ്മൾ അവകാശികളാണ്. അപ്പം പിന്നെ ബാക്കിൽ നമ്മൾ പുറമോട്ട് നമ്മൾ ഈ ലാസ്റ്റ് അവകാശി നമ്മൾ ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ അവകാശിയാണ്. അപ്പോൾ ദൈവഹിതപ്രകാരം നമ്മൾ അവകാശികളാണ്. അപ്പോൾ അവകാശികളാകാൻ വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരാകണമെങ്കിൽ എന്താണ്? ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനെ, സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നു, നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്നു. നമുക്കിതൊക്കെ ലഭിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി അയച്ചു. അങ്ങനെ നാം പുത്രത്വം പ്രാപിച്ചു.
ഹല്ലേലൂയ. ഈ വചനങ്ങളെ ആമേൻ പറഞ്ഞെല്ലാവരും സ്വീകരിച്ചാട്ടെ. ദൈവത്തിൻ്റെ പുത്രന്മാരായി ദൈവത്തിൻ്റെ അവകാശത്തിൽ ഹല്ലേലൂയ ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ച് ആ അവകാശത്തിൽ നമുക്ക് ജീവിക്കാമല്ലോ. ഗോഡ് ബ്ലെസ് യു ഓൾ.